അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, ഒരു മഹാ കള്ളുകുടിയൻ്റെ ജീവിതം മാറ്റിമറിച്ച തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. കടം വീടാനും രോഗം മാറാനും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാനും രാത്രിയുടെ അവസാന യാമങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ ഒരു കടുത്ത മദ്യപാനിയായ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തഹജ്ജുദ് നിസ്കാരം കടന്നു വന്നാൽ എന്താണ് സംഭവിക്കുക? അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ചിട്ടും തൻ്റെ ശരീരത്തിലെ ലഹരി കാരണം നിസ്കാരപ്പായയിൽ കിടന്നു വിറച്ച ഒരു മനുഷ്യൻ്റെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആ നാട്ടിലെ വൈകുന്നേരങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. പണി കഴിഞ്ഞു മടങ്ങുന്ന തൊഴിലാളികളും വീട്ടിലേക്ക് ബന്ധപ്പെട്ടു പോകുന്ന സ്ത്രീകളും നിറഞ്ഞ ആ കവലയിൽ എല്ലാവരുടെയും പരിഹാസപാത്രമായി ഒരു മനുഷ്യനുണ്ടായിരുന്നു, റഹീം. നാട്ടുകാർക്കും വീട്ടുകാർക്കും അയാൾ വെറുമൊരു കള്ളുകുടിയൻ മാത്രമായിരുന്നു. മദ്യത്തിൻ്റെ ലഹരിയിൽ ബോധമില്ലാതെ ഓടയിൽ വീണുകിടക്കുന്ന റഹീമിനെ നോക്കി ആളുകൾ തുപ്പുകയും മുഖം തിരിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ആരും കാണാത്ത, ആരും മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത ഒരു വലിയ അഗ്നിപർവ്വതം അയാളുടെ ഉള്ളിൽ പുകയുന്നുണ്ടായിരുന്നു. ഈ നരകതുല്യമായ ജീവിതത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്ന ആഗ്രഹം അയാൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പലതവണ അയാൾ മദ്യപാനം നിർത്താൻ ഉറച്ച തീരുമാനങ്ങളെടുത്തു. വീട്ടുകാരോട് പ്രതിജ്ഞ ചെയ്തു. പക്ഷേ വൈകുന്നേരമാകുമ്പോൾ ശരീരത്തിൻ്റെ ദാഹവും മദ്യത്തിൻ്റെ അഡിക്ഷനും അയാളെ വീണ്ടും ആ കള്ളിഷാപ്പിൻ്റെ തിണ്ണയിൽ എത്തിക്കുമായിരുന്നു. തൻ്റെ മനസ്സിനുമേൽ ശരീരത്തിന് പൂർണ്ണമായ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു പാവം മനുഷ്യനായിരുന്നു അയാൾ. അങ്ങനെയിരിക്കെ ഒരു ശാന്തമായ രാത്രി പതിവ് പോലെ മദ്യപിച്ച് ലക്കുകെട്ട് റഹീം തൻ്റെ ഇരുണ്ട മുറിയിലെ കട്ടിലിൽ വന്ന് കിടന്നു. മദ്യത്തിൻ്റെ പുറത്താണെങ്കിലും എന്തുകൊണ്ടോ അന്ന് അയാൾക്ക് ഉറക്കം വന്നില്ല. ജനൽപ്പാളിയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ആകാശം ശാന്തമായിരുന്നു. വെറുതെ മൊബൈൽ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോഴാണ് അവിചാരിതമായി ഒരു മതപ്രഭാഷണം അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ പ്രഭാഷകൻ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ റഹീമിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു കൂരമ്പ് പോലെ തറച്ചു കയറി. എല്ലാവരും ഉറങ്ങുന്ന, പ്രപഞ്ചം നിശബ്ദമാകുന്ന രാത്രിയുടെ അവസാന യാമങ്ങളിൽ പ്രപഞ്ചനാഥൻ ഒന്നാം മാനത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ചോദിക്കും, ആരുണ്ടെന്നോട് ചോദിക്കാൻ? ഞാൻ നൽകാം. ആരുണ്ട് പാപമോചനം തേടാൻ? ഞാൻ പുറത്തു തരാം. എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും എത്ര വലിയ പാപിയാണെങ്കിലും ആ സമയത്ത് അവൻ നാഥൻ്റെ മുന്നിൽ കൈനീട്ടിയാൽ അള്ളാഹു അവനെ കൈവിടില്ല. ഈ വാക്കുകൾ കേട്ടതും റഹീമിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ എത്ര വലിയ തെറ്റുകാരനാണ്! അള്ളാഹുവിനെ ഓർക്കാതെ എത്ര രാത്രികളാണ് താൻ മദ്യപിച്ചു തീർത്തത്! എനിക്ക് മാറണം, എൻ്റെ നാഥനിലേക്ക് എനിക്കും അടുക്കണം എന്നൊരു ശക്തമായ ആഗ്രഹം ആ നിമിഷം അയാളുടെ ഉള്ളിൽ ജനിച്ചു. അയാൾ മെല്ലെ എഴുന്നേറ്റ് വിറക്കുന്ന കൈകാലുകളോടെ ബാത്റൂമിൽ പോയി വുളൂ ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കാൻ ഒരു ഭയം തോന്നി. എങ്കിലും ധൈര്യം സംഭരിച്ച് അയാൾ നിസ്കാരപ്പായ വിരിച്ച് തഹജ്ജുദ് നിസ്കരിക്കാൻ നിന്നു. പക്ഷേ അവിടെയാണ് റഹീമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പോരാട്ടം ആരംഭിച്ചത്. ആളുകൾ വിചാരിക്കുന്നത് ഒരു നല്ല ചിന്ത വന്ന ഉടനെ ജീവിതം മാറിമറിയുമെന്നാണ്. എന്നാൽ റഹീമിന് അത് നരകതുല്യമായ പരീക്ഷണമായിരുന്നു. നിസ്കരിക്കാൻ നിന്നപ്പോൾ മദ്യത്തിൻ്റെ വിഡ്രോവൽ സിംറ്റംസ് അയാളെ വേട്ടയാടാൻ തുടങ്ങി. കൈകൾ വിറച്ചു, നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. തലച്ചോറ് മദ്യത്തിനായി ദാഹിച്ചുകൊണ്ട് നിലവിളിക്കുകയായിരുന്നു. നിസ്കാരപ്പായയിൽ നിൽക്കുമ്പോഴും മദ്യത്തിൻ്റെ മണം അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഭയവും ലഹരിയുടെ ആവേശവും കാരണം ശ്വാസമെടുക്കാൻ പോലും അയാൾ ബുദ്ധിമുട്ടി. അള്ളാഹുവിലേക്കടുക്കാൻ ആഗ്രഹിച്ചിട്ടും തൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ അഡിക്ഷൻ കാരണം തനിക്കതിന് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അയാൾ നിസ്കാരപ്പായയിൽ വീണ് പൊട്ടിക്കരഞ്ഞു. അന്ന് രാത്രി അയാൾ തോറ്റുപോയി. പിറ്റേന്ന് വൈകുന്നേരവും അയാൾക്ക് മദ്യപിക്കേണ്ടി വന്നു. ശരീരം അയാളെ വീണ്ടും തോൽപ്പിച്ചു. പക്ഷേ ഒരു അത്ഭുതം സംഭവിച്ചു. എത്ര കുടിച്ച് ബോധമില്ലാതെ കിടന്നാലും പുലർച്ചെ കൃത്യം 3 മണിക്ക് റഹീമിന് ഉറക്കമുണരുമായിരുന്നു. ആരും വിളിക്കാതെ തന്നെ അയാളുടെ കണ്ണുകൾ തുറക്കും. തോറ്റുപോയ ഒരു പാപിയുടെ മനസ്സോടെ ലഹരിയിറങ്ങിയ ശരീരവുമായി അയാൾ വീണ്ടും വീണ്ടും തഹജ്ജുദ് നിസ്കാര പായയിലേക്ക് നടന്നു.
പലരും റഹീമിനെ പോലെയുള്ളവരെ കാണുമ്പോൾ പറയും, ഇവൻ കള്ളുകുടിയനാണ്, ഇവൻ്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല എന്ന്. എന്നാൽ റഹീം തൻ്റെ ലഹരിയോടുള്ള പോരാട്ടത്തിലാണ് നിസ്കരിക്കുന്നത് എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ദിവസങ്ങൾ കടന്നുപോയി. ഒരു രാത്രിയിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മദ്യാസക്തിയുമായാണ് റഹീം ഉറക്കമുണരുന്നത്. എങ്ങനെയെങ്കിലും പുറത്തുപോയി മദ്യം കഴിച്ചില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന അവസ്ഥ. എന്നാൽ അയാൾ ഓടിയത് നിസ്കാരപ്പായിയിലേക്കാണ്. അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകൾ കെട്ടുമ്പോൾ അയാളുടെ ശരീരം മുഴുവനും വിറക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ സുജൂദിലേക്ക് വീണപ്പോൾ റഹീമിൻ്റെ ഉള്ളിലെ സങ്കടം ഒരു പ്രളയം പോലെ പുറത്തേക്ക് ഒലിച്ചിറങ്ങി. അയാൾ സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് നിലവിളിച്ചു, നാഥ, എനിക്ക് മാറണം, എനിക്ക് നല്ലൊരു മനുഷ്യനാകണം. പക്ഷേ എൻ്റെ ശരീരം എന്നെ സമ്മതിക്കുന്നില്ല. ഞാൻ അങ്ങേയറ്റം ദുർബലനാണ്. അള്ളാഹുവേ, നീയാണല്ലോ സർവശക്തൻ. എന്നെ ഈ ലഹരിയുടെ ചങ്ങലയിൽ നിന്ന് മോചിപ്പിക്കണം. നീയല്ലാതെ എനിക്ക് ദുനിയാവിൽ മറ്റാരുമില്ല അല്ലാ. ആ കണ്ണീരിൽ അയാളുടെ അഹങ്കാരവും അഡിക്ഷനും ഉരുകിത്തീരുകയായിരുന്നു. ഒരു മനുഷ്യൻ തൻ്റെ സർവ്വ നിയന്ത്രണങ്ങളും അള്ളാഹുവിലേക്ക് ഏൽപ്പിച്ച് പൂർണ്ണമായി കീഴടങ്ങുന്ന നിമിഷമായിരുന്നു അത്. പെട്ടെന്ന് റഹീമിൻ്റെ ഉള്ളിലേക്ക് വല്ലാത്തൊരു ശാന്തത പടർന്നു പിടിച്ചു. മദ്യത്തിനായി ദാഹിച്ച അയാളുടെ മനസ്സ് പെട്ടെന്ന് തണുത്തുറഞ്ഞു തുടങ്ങി. വിറയൽ മാറി. ഹൃദയമിടിപ്പ് സാധാരണ നിലയിലായി. അള്ളാഹുവിൻ്റെ അദൃശ്യമായ കാരുണ്യം അയാളെ തൊട്ടറിഞ്ഞ നിമിഷം. ആ രാത്രിക്ക് ശേഷം റഹീമിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടന്നു. പിറ്റേന്ന് മുതൽ അയാളുടെ ഉള്ളിൽ മദ്യത്തോടുള്ള ദാഹം പൂർണ്ണമായും ഇല്ലാതായി. ഇതുമാത്രമല്ല, കള്ളിൻ്റെ മണം പോലും അയാൾക്ക് അറപ്പായി മാറി. ശരീരം ലഹരിക്കായി ആവശ്യപ്പെട്ടപ്പോഴൊക്കെ തഹജ്ജുദിൽ നിന്ന് ലഭിച്ച ആ ആത്മീയ ഊർജവും ആത്മബലവും വെച്ച് അയാൾ അതിനെ പ്രതിരോധിച്ചു തോൽപ്പിച്ചു. മാസങ്ങൾ പലത് കഴിഞ്ഞു. ഇന്ന് റഹീം പഴയ കള്ളുകുടിയനല്ല. നാട്ടിലെ എല്ലാവർക്കും മാതൃകയായ, മുഖത്ത് എപ്പോഴും പുഞ്ചിരിയുള്ള, ദൈവഭയമുള്ള ഒരു നല്ല മനുഷ്യനാണ് അയാൾ. കവലയിലൂടെ നടന്നു പോകുമ്പോൾ ഇന്ന് ആളുകൾ അയാളെ ബഹുമാനത്തോടെ നോക്കുന്നു. ഒരു കാലത്ത് മദ്യശാലയ്ക്ക് മുന്നിൽ ക്യൂ നിന്നിരുന്ന റഹീം ഇന്ന് പുലർക്കാലങ്ങളിൽ പ്രപഞ്ചനാഥൻ്റെ മുന്നിൽ കണ്ണീരോടെ നിൽക്കുകയാണ്. തൻ്റെ ജീവിതം തകർന്നുപോയ ഇരുണ്ട രാത്രികളിൽ നിന്നും തഹജ്ജുദ് എന്ന ആ ഒരൊറ്റ നിസ്കാരത്തിൻ്റെ വെളിച്ചത്തിലേക്കാണ് അള്ളാഹു അയാളെ കൈപ്പിടിച്ചുയർത്തിയത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തഹജ്ജുദ് നിസ്കരിക്കുന്ന പതിവാക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി